ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. അരിപ്പൊടിയോ കടലമാവോ ഒന്നും ചേർക്കാണ്ട് തന്നെ വളരെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ട് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്കൊരു അടിപൊളി മുറുക്ക് തയ്യാറാക്കാം. ഈ ഒരു മുറുക്ക് നമുക്ക് വളരെ ക്രിസ്പി ആയിട്ട് തയ്യാറാക്കാം. പെട്ടെന്ന് തന്നെ ഈസി മെത്തേഡിൽ തയ്യാറാക്കുന്ന ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി മുറുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിൻ്റെ സ്റ്റീം ചെയ്യുന്ന ആ ഒരു കണ്ടെയ്നർ എടുക്കാം. അതിലോട്ട് നമ്മുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു കോട്ടൺ ക്ലോത്ത് നമുക്ക് വിരിച്ചൊന്ന് കൊടുക്കാം. ഞാനിവിടെ ഒരു കോട്ടൺ സാരിയുടെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്കൊരു 3 കപ്പ് നമ്മുടെ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 3 കപ്പോളം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആട്ടപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഒരു തുണി നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്തെടുക്കാം. അതായത് പുറത്തോട്ട് നമ്മുടെ മാവ് ഒന്ന് വീഴാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് നമുക്കൊന്ന് ബൈൻഡ് ചെയ്യുന്നത്, അതായത് വിട്ടു പോവാതിരിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ടക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി തട്ടിൽ, അതായത് ഇഡ്ഡലി പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രം നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഒരു വലിയൊരു ബേസനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്റ്റീം ചെയ്ത ആ ഒരു പോട്ട്ലി, അതായത് നമ്മുടെ ആ ഒരു കിഴി നമുക്ക് എടുക്കാം. കിഴി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്റ്റീം ആയതിനു ശേഷം നമ്മുടെ ഈ ഒരു മാവ് ഏകദേശം ഒരു കല്ലിൻ്റെ പരുവത്തിൽ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം നമ്മുടെ പാത്രത്തിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതായത് കട്ടയൊന്ന് ഉടച്ചെടുക്കാം. നല്ല ചൂടാണ്, അതൊന്ന് ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. സാധാരണ നമ്മൾ ആദ്യം എടുത്ത പരുവത്തിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. അതായത് ഗോതമ്പൊടി ഏത് പരുവത്തിലാണ് ഇരിക്കുന്നത് അതേ പരുവത്തിൽ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല ചൂടാണ്, വീണ്ടും പറയുകയാണ്, നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചൊന്ന് ഉടച്ചെടുത്തുള്ളൂ കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി നന്നായിട്ട് ഞാൻ പൊടി ഒന്ന് നല്ല ഫോമിലാക്കി എടുത്തിട്ടുണ്ട്. മിക്സ് ആയതിനു ശേഷം ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുറുക്കിന് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ, എരിവിൻ്റെ താല്പര്യം അനുസരിച്ച് മുളക് പൊടി ചേർത്തുള്ളൂ കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 1.5 ടീസ്പൂൺ നമ്മുടെ വെള്ള എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്തുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ മുറുക്ക് ഒന്ന് ക്രിസ്പിനെസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് കുറേശ്ശെ നമ്മുടെ സാധാരണ നോർമൽ വെള്ളം യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊരു സോഫ്റ്റ് ഡോ ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുറേശ്ശെ വെള്ളം ആഡ് ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ അത് സ്റ്റീം ചെയ്തെടുത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ മാവ്. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. മാവൊന്ന് കുഴച്ച് ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് അധികം ഹാർഡായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ലൈറ്റായിട്ട് ഒന്ന് പിടിച്ച് റോൾ ചെയ്ത് നമുക്ക് ഞാൻ കാണിക്കുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതായത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ പ്രസ് ചെയ്ത് അധികം ഹാർഡ് കൊടുത്തിട്ട് പ്രഷർ കൊടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കിക്കോളൂ, മാവ് ഏകദേശം ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. നമുക്കിനിയും നമുക്ക് മുറുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റെഡിയാവാം. അതിനായിട്ട് ഞാൻ മുറുക്കുണ്ടാക്കുന്ന അച്ച്, അതായത് നമ്മുടെ മുറുക്ക് മെഷീൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ സ്റ്റാർ ഉള്ള നമ്മുടെ മുറുക്കിൻ്റെ ആ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. നോക്കിക്കോളൂ, നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ, നിങ്ങൾക്ക് കാണുന്നത് മനസ്സിലാവുന്നുണ്ട്, സ്റ്റാറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മാവ് ഒരു പകുതി ഭാഗം മാവ് നമുക്ക് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു മെഷീനിലോട്ട് നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു മെഷീൻ്റെ ലിഡൊന്ന് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ അടുപ്പത്ത് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മാവ്, അതായത് നമ്മുടെ ഈ ഒരു മെഷീൻ വെച്ച് നമ്മുടെ മുറുക്കൊന്ന് ഇതുപോലെ ഒന്ന് വിട്ട് കൊടുക്കാം. റൊട്ടേറ്റ് ചെയ്താൽ മതി. റോൾ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ആ താഴെ കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വന്ന് വീണ് മുറിഞ്ഞ് അങ്ങ് പൊക്കോളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മൾ ഗോൾഡൻ ഷെയ്ഡിൽ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ടിട്ട് ഞാനൊരു സ്ട്രെയിനറിലോട്ട് ഇതൊന്ന് ട്രാൻസ്ഫർ എടുക്കുന്നുണ്ട്. നമ്മുടെ മുറുക്ക് ഇതുപോലെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മുറുക്കും കൂടെ നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ മുറുക്ക് ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ആരും പറയില്ല കേട്ടോ, ഗോതമ്പ് പൊടിയും കൊണ്ട് മാത്രമാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മുറുക്കാണ്. നിങ്ങൾക്ക് ആ ഒരു ക്രഞ്ചിനെസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊരു ക്രിസ്പിയാണ് നമ്മുടെ ഈ ഒരു മുറുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കിക്കോളൂ, അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റിബിൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.